കടത്തനാടൻ കഥകൾക്കും കളരിക്കും വടകര റെയിൽവേ സ്റ്റേഷനിലെ ചുമരുകളിൽ ജീവൻ വയ്ക്കുന്നു. മയ്യഴിയിലെ വനിതകളുടെ നേതൃത്വത്തിലുള്ള ആശ്രയ വുമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റേഷന്റെ ചുമരുകളിൽ വർണ്ണചിത്രങ്ങൾ ഒരുങ്ങുന്നത്. വടകര റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് റെയിൽവേ സ്റ്റേഷനിൽ കേരളീയ ചുമർ ചിത്രരചന രീതികൾ ഒരുങ്ങുന്നത്. മാഹി ആശ്രയ വുമൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റേഷന്റെ ചുമരുകളിൽ വർണ്ണചിത്രങ്ങൾ ഒരുക്കുന്നത്. ചുമർ ചിത്ര രചനകളിലൂടെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന സാമൂഹിക പ്രവർത്തകയും പ്രകൃതി സംരക്ഷണ പ്രവർത്തകയുമായ സുലോചന മാഹിയാണ് ഈ ചിത്രകലാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. വടകരയ്ക്കൊരു ചിത്രത്തിലൂടെ കയ്യൊപ്പ് ചാർത്തണമെന്ന എൻ്റെ ഒരു ആഗ്രഹത്തിന് വർഷങ്ങൾക്ക് മുൻപേ, കൊറോണയ്ക്ക് മുൻപേ തന്നെ ഞാൻ വടകര റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അന്നത്തെ സൂപ്രണ്ടായ വത്സരൻ കുനിയിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു നിയോഗം പോലെ അത് മുടങ്ങിപ്പോവുകയും ഇപ്പോൾ റെയിൽവേ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് റിട്ടയർമെൻറ്റിന് ശേഷവും വത്സൻ സാർ എന്നെ ബന്ധപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു ഭാഗ്യം കിട്ടിയത്. മാഹിയിലുള്ള എൻ്റെ സൊസൈറ്റി ആശ്രയ വിമൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരെയും എൻ്റെ ശിഷ്യഗണങ്ങളെയും വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ ചിത്രം വരയ്ക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വടകരയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു 2 സന്ദർഭങ്ങളും ഈ റെയിൽവേ സ്റ്റേഷനിൽ ആലേഖനം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം. കാരണം വടക്കൻ പാട്ടുകൾ നമുക്കായാലും നമ്മുടെ ഈ തലമുറക്ക് തന്നെ വളരെ വ്യക്തമായൊന്നും അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻപേയുള്ള തലമുറകൾക്ക് അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വിഷയമാണെന്നും ഇപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വടക്കൻ പാട്ടിൻ്റെ കഥാസന്ദർഭങ്ങൾ ഇന്നും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങളായിട്ടുള്ള ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് ഞാൻ ഈ ചില കഥാസന്ദർഭങ്ങൾ മുഴുവനും നമുക്കിവിടെ ആലേഖനം ചെയ്യാനായി പറ്റില്ല. എന്നാലും കിട്ടുന്ന വളരെ കുറച്ച് കാര്യങ്ങളെങ്കിലും ഈ ഒരു AC റൂമിനകത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വികാസ് കോവൂർ, രഞ്ജിത്ത് അരിയിൽ, സനിൽ വടകര, കൃഷ്ണകുമാർ മുക്കം, വിജിഷ പന്തക്കൽ, സിന്ധു ടെമ്പിൾ കയറ്റ് തുടങ്ങി 15ഓളം കലാകാരന്മാരാണ് ഈ ചിത്രരചനയിൽ പങ്കുചേരുന്നത്. കടത്തനാടൻ വീരതിഹാസങ്ങളായ ഉണ്ണിയാർച്ചയുടെയും ഒത്തേനൻ, പൂമാതൈ പൊന്നമ്മ കളരി തുടങ്ങി ഒട്ടേറെ കഥാമുഹൂർത്തങ്ങൾ വടകര റെയിൽവേ സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളിലായി ആലേഖനം ചെയ്യപ്പെടുന്നു. പുതുതലമുറയെ വടക്കൻ പാട്ടുകളിലേക്ക് ആകർഷിപ്പിക്കുക എന്നതും കൂടാതെ കളരി എന്ന ആയോധന കലയുടെ പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നതുമാണ് ചിത്രരചന കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. മെഡിമിക്സിന്റെ സഹായത്തോടെയാണ് ആശ്രയ മാഹി വടകരയ്ക്ക് ഈ വർണ്ണ സമ്മാനം നൽകുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി വടകരയുടെ വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ മാസം തന്നെ ഈ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ജോലി പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷൻ വടകരയായിരിക്കും എന്നതാണ് ഒരു പ്രത്യേകത. ഈ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണ ശുചീകരണ ഫോറം കഴിഞ്ഞ കൊറോണ കാലത്ത് രൂപീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് മാഹി സുലോചനയുടെ നേതൃത്വത്തിൽ വടകര സ്റ്റേഷനിൽ ചുമർ ചിത്രങ്ങൾ വരച്ച് പൂർത്തിയായിരിക്കുന്നത്. മാഹിയിലുള്ള ഒരു വുമൻസ് സൊസൈറ്റിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതിലെ കലാകാരന്മാരുമാണ് ഈ ചുമർ ചിത്രങ്ങൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് ഏറെ കൗതുകമുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്ന് ഏറെക്കുറെ എല്ലാ യാത്രക്കാരും പറഞ്ഞു കഴിഞ്ഞു. ശുഭയാത്ര നേടുന്നതോടൊപ്പം യാത്രക്കാർക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒരു യാത്ര കൂടി ആവണമെന്ന് ആത്മാർത്ഥമായി ഞങ്ങളുടെ ഫോറം ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം ഇവിടെ സഫലീകരിച്ചിരിക്കുകയാണ്.